കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രേയ നിങ്ങളുടെ മരുമകളല്ല. കല്യാണം നടക്കുന്ന സമയത്ത് അവള് കല്യാണ മണ്ഡപത്തിൽ പോലും ഇല്ലായിരുന്നു. എന്താ ശേഖര നീ പറയുന്നത്? സത്യമാണ്. നിങ്ങളുടെ ശരിക്കുള്ള മരുമകൾ ആരാണെന്നറിയാവോ? ദേവേട്ടൻ എന്റെ ഭർത്താവാ. ഇതെന്റെ കുടുംബം, ഇതെന്റെ വീടാ അച്ഛമ്മേ. നീ ആരാന്ന് എനിക്കറിയാം മോളെ. നീയാണ് എന്റെ മരുമോള്. എന്താ പറയുന്നത്? കുറച്ചു സമയത്തേക്ക് വർമ്മ ആരും ശല്യം ചെയ്യാതെ. ദശരഥ രാമവർമ്മേ, എന്തു പറയാനുണ്ടെങ്കിലും അത് പിന്നെ പറയാം. നിനക്ക് വിശ്രമമാ വേണ്ടത്. നാളെ കാലത്ത് കൃത്യം 9:30 മണിക്ക് മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ തന്നെ ദമ്പതി സമേതരായി ഹോമത്തിലിരിക്കണം. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തു തന്നെ വന്നാലും മുഹൂർത്തം തെറ്റാതെ താലി കെട്ടണം. അത് നിർബന്ധമാണ്. എന്തെങ്കിലും സാഹചര്യത്താൽ മുഹൂർത്തം കടന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല. ഇയാൾ എഴുന്നേറ്റെങ്കിലും കല്യാണം മുഹൂർത്തത്തിന് നടത്താൻ പറ്റിയില്ലല്ലോ.
എന്തായാലും കല്യാണം മുടങ്ങി. അച്ഛാ അച്ഛാ എന്താ അച്ഛാ? പറയച്ഛാ. അച്ഛാ എന്താ അച്ഛാ? എന്താ എന്താ അച്ഛാ? പറയച്ഛാ. എന്താ എന്നോട് പറയാനുള്ളത്? വർമ്മ ആരാ ആക്രമിച്ചെന്നായിരിക്കും. കേട്ടല്ലോ, വേണ്ടാതിനും ചെയ്യരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇനി അനുഭവിച്ചു. കല്യാണം മുടങ്ങി. എന്ത് കാര്യം? നീ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായില്ലേ? മതിയായോ? അതല്ലെന്നോ, പിന്നെ എന്താ നിനക്ക് പറയാനുള്ളേ? എന്താ അച്ഛാ? ദേവനെയും വൈദേഹിയും പറ്റിയാണോ? അവരുടെ കല്യാണം എന്തിനാണെന്നാണോ? ഞങ്ങൾ എന്താടാ പറയേണ്ടത്? നമ്മുടെ മരുമോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. മറ്റൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാടാ. എന്ത് വന്നാലും ഈ ഹോമം നടത്താതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാടാ വൈദേഹിനെ ദേവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചേ. ഇളയ മോള് ചെയ്ത തെറ്റ് തിരുത്താൻ മൂത്ത മകളെ തന്ന് ഞാൻ എന്റെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചതാണ് വർമ്മേ. നടന്ന സംഭവത്തിന് ക്ഷമ ചോദിക്കാം. സാരല്ല സാരല്ല. നിർത്തണ്ട. അവൻ നിർത്തണ്ട നിർത്തണ്ട. അവൻ നിർത്തണ്ട. നിർത്തണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും മോനെ? സമയത്ത് കല്യാണം നടന്നിരുന്നെങ്കിൽ ദമ്പതി സമേതരായി ഹോമം നടത്തായിരുന്നു. നടന്നില്ലെങ്കിൽ ഹോമം നടത്താൻ പറ്റില്ലെന്ന് ഗുരുക്കളാ പറഞ്ഞേ. ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല. കല്യാണം 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 അവരുടെ കല്യാണം നടന്നില്ലല്ലോ മോനെ. ആ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ ഹോമം ചെയ്യാൻ പാടില്ലെന്നാ. ആവേശപ്പെടേണ്ട കാര്യമില്ല വർമ്മേ. നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും ചില സമയത്ത് ഇങ്ങനെയൊക്കെയാ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. എന്തായാലും നിനക്ക് ബോധം തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മതി. വീണ്ടും ഒരു മുഹൂർത്തം കുറിക്കാം. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ദാസേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. ദശരഥരാമോർമ്മേ, നീ ഇങ്ങനെ ആവേശം കാണിക്കാതെ വിശ്രമിക്കുക. പറയാനുള്ളതൊക്കെ ഇനിയും പറയാനുള്ള സമയമുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല.
വർമ്മ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയാം. വർമ്മ ഇങ്ങനൊരു അവസ്ഥയിലാണെന്ന് ഞാൻ സത്യത്തിൽ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് എപ്പോഴേ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ദേ ഇപ്പോഴും ഞാൻ ആ സത്യം തുറന്നു പറയാനായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ആരാന്നറിയില്ല എന്റെ തലക്കടിച്ച് കാറിനകത്ത് അടച്ചിട്ടു. അവിടെ ഒരു നല്ല ലൊക്കേഷൻ ഉണ്ട്, അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. എന്തു പറയുന്നു? ഒരു മിനിറ്റ് എടുത്ത് നിൽക്ക്, എന്താ നോക്കിട്ട് വരട്ടെ. സാർ ഇതെന്താ? എന്താ സാർ ഇങ്ങനെ? ആദ്യം കെട്ടഴിച്ചേ പെട്ടെന്ന്. പെട്ടെന്ന് വാ. സാർ എവിടേക്ക്? ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ഫോട്ടോസ് എപ്പോഴും എടുക്കാം. ആടാ അതേ അയച്ചുതരാം. അയച്ചുതരാന്നാ? അങ്ങനെ എവിടെ എത്തിയത്? ദോ ഇയാൾ എന്നെ രക്ഷപ്പെടുത്തിയത്. അതിരിക്കട്ടെ, അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നൊന്ന് പറഞ്ഞൂടെ? പറയാം. ശ്രേയ, ഏത് ഫോട്ടോയുടെ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്താ അവൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തേ? ചേച്ചി തട്ടമിട്ടോണ്ടല്ലേ കല്യാണ മണ്ഡപത്തിലിരുന്നത്. അതുകൊണ്ട് ആരും ചേച്ചിയുടെ മുഖം കണ്ടില്ല എന്നല്ലേ കരുതിയത്. പക്ഷെ അതിലൊരു ഫോട്ടോയില് ചേച്ചിയുടെ മുഖം കാണുന്നുണ്ട്. വൈദേഹിയാണ് നിങ്ങളുടെ ഇളയ മരുമോളും. ദേവൻ താലി കെട്ടിയത് വൈദേഹിയുടെ കഴുത്തില. ഇതല്ലേ വർമ്മയ്ക്ക് പറയാനുള്ള കാര്യം? ആണോ ദാസേട്ടാ? ദൈവം കല്യാണം കഴിച്ചത് ശ്രീയായിരുന്നില്ലേ? പിന്നെ എങ്ങനെ വൈദേഹിയാകും? അതേ ഹൗസല്ലേ വൈദേഹിയുടെ കഴുത്തടെ അവൻ താലി കെട്ടിയത്.
കാര്യം എനിക്ക് ശേഖരൻ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. ശ്രേയ നിങ്ങളുടെ മരുമകളല്ല. കല്യാണം നടക്കുമ്പോൾ അവള് കല്യാണ പന്തലിൽ പോലും ഉണ്ടായിരുന്നില്ല. നീ എന്താ ശേഖര ഈ പറയുന്നത്? സത്യം തന്നെ. നിങ്ങളുടെ ശരിക്കുള്ള മരുമകൾ ആരാന്നറിയോ? അതെല്ലാവരോടും പറയാൻ വന്ന സമയത്ത് എനിക്ക് അറ്റാക്ക് വന്നതും ഞാനിങ്ങനെ ആയിപ്പോയതും. അമ്മേ, എന്താ പറ്റിയേ? വൈദേഹി, വൈദേഹി, വൈദേഹിയ നമ്മുടെ മരുമോള്. അങ്ങനെ ഒരു വിധത്തിൽ സത്യം പുറത്തു വന്നു. ഇനി ചേച്ചിയുടെ സ്ഥാനം ആരും തട്ടിപ്പറിക്കില്ല. എന്നുവെച്ചാ വൈദേഹിയ കല്യാണം കഴിച്ചതെന്ന് SI പറഞ്ഞപ്പോഴാണോ അച്ഛന് മനസ്സിലായത്? നമ്മൾ എല്ലാവരും സാക്ഷിയായിട്ടാണ് ശ്രേയയ്ക്ക് താലി കെട്ടിയത്. എന്നിട്ടിപ്പോ SI പറഞ്ഞെന്ന് കരുതി വൈദേഹി മരുമോളാണെന്ന് എങ്ങനെ തീരുമാനിച്ച? എന്താ ശേഖർ സാറേ, സത്യത്തിൽ അന്ന് സാറ് കല്യാണത്തിന് വന്നില്ലായിരുന്നല്ലോ. പിന്നെങ്ങനെയാ സാർ അറിഞ്ഞ് വൈദേഹിയാണ് കെട്ടിയതെന്ന്? അതിന്റെ തെളിവെന്താ? തെളിവുണ്ട്. അന്നത്തെ കല്യാണം മുഴുവൻ വീഡിയോ കവറേജ് എടുത്തത് ഇയാളാ. ദാ കല്യാണം നടക്കുന്ന സമയത്ത് മണവാട്ടിയുടെ വേഷത്തിൽ മണ്ഡപത്തിലിരുന്നത് വൈദേഹിയാണ്. മുഖം മറച്ചത് കാരണം അവിടെ ഇരുന്നത് ശ്രേയയാണെന്ന് എല്ലാവരും ധരിച്ചിരുന്നു. ശേഖരേട്ടൻ പറഞ്ഞത് സത്യമാണോ? ഞാനൊന്ന് താലി കെട്ടിയത് വൈദേഹിയായിരുന്നു. അതെ മോനെ. എന്നാൽ ഈ വിഷയം ഇത്രയും നാളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. വൈദേഹി, നീ എന്തുകൊണ്ടാ ഇത്രയും നാൾ ഇത് പറയാതിരുന്നേ?
പറ വൈദേഹി, ഇത് സത്യാണോന്ന്? ഇത് സത്യമല്ല. ഇത് സത്യമല്ല ദേവാ. സത്യമായിരുന്നെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് ഇവള് തുറന്ന് പറയാതിരിക്കൂ. ഇത് ഇപ്പൊ തുടങ്ങിയ പുതിയ ഡ്രാമയാ. അല്ലേ വെല്ലിച്ച? അയാള് പറഞ്ഞത് വെല്ലിച്ചൻ കണ്ണടച്ച് വിശ്വസിക്കല്ലേ. വെല്ലിച്ചൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ വലിയ പ്ലാൻ നടക്കുന്നുണ്ട്. ആ ശ്രേയെ പെട്ടെന്ന് കാണാതാവുക, ശ്രേയയ്ക്ക് പകരം വൈദേഹിയുടെ കൂടെ കല്യാണം നടത്തുക, എന്നിട്ട് കല്യാണം നടക്കാതെ മുഹൂർത്തം കഴിഞ്ഞപ്പോ കൃത്യസമയത്ത് ഇങ്ങനൊരു ഇൻസ്പെക്ടർ എൻട്രി, അയാളുടെ കൂടെ വാല് പോലൊരു ഫോട്ടോഗ്രാഫറും, എല്ലാം പ്ലാൻ ചെയ്ത് കളിക്കുന്നതാണ് വെല്ലിച്ച. ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ഡ്രാമയാവുന്നത്? ഇങ്ങനത്തെ എത്ര ഫോട്ടോ വേണം നിങ്ങക്ക്? ഫോട്ടോഷോപ്പിലിട്ട് ഈ വൈദേഹിക്ക് പകരം എന്റെ മുഖോട്ട് കാണിക്കട്ടെ എന്ന് വെച്ച് ദേവൻ എന്നെ കല്യാണം കഴിച്ചെന്നാവോ? ഇതൊക്കെ ആരോ മനഃപൂർവ്വം കളിക്കുന്ന കളിയാ. ശരിയാണ്. ഒരു ഫോട്ടോ കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പറടാ, ആർക്ക് വേണ്ടി ഈ നാടകം കളിക്കുന്നത്? എന്തിനാ ഫോട്ടോ ഇങ്ങനെ മാറ്റി? എന്തിനെ കളി കളിക്കുന്നെന്ന് പറയാൻ പറഞ്ഞാ നീ? മതിയടാ, നിർത്ത്. ആരാടാ ഇവിടെ നാടകം കളിക്കുന്നേ? അത് പറയാൻ നിനക്കെന്ത് യോഗ്യതയാ? ഈ കുടുംബത്തിൽ ആരാരാണെന്നുള്ളതും ആരാരെ പറ്റിക്കാൻ നോക്കുന്നെന്നും ആരൊക്കെ ഇവിടെ കള്ളത്തരം കാണിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടനൊന്നും അല്ലടാ ഞാൻ. സത്യമല്ലാത്തൊരു കാര്യം മറ്റൊരാൾ എന്നോട് പറഞ്ഞു എന്ന് കരുതി എന്റെ മകൻ ദേവൻ താരി കെട്ടാത്തൊരു പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ എന്തിന് തയ്യാറാവണം?